ഈ കൊച്ചിനെ കൊണ്ട് തോറ്റല്ലെന്നാട്ടോ ഈ പറയുന്നത്. അപ്പൊ കുട്ടീസ് ഡേ ഇന്നൊരു നൈറ്റ് വ്ലോഗ് ആണ് കേട്ടോ. എല്ലാവരും സത്യം പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് പേടിച്ചാണ് പോകുന്നത്. അല്ല, അതിലൊരു കാര്യമുണ്ട്, എപ്പോഴും ഫോൺ പൊക്കി പിടിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ വിചാരിക്കുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ നമ്മുടെ പതിവ് കട്ട ഇവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ നോമ്പ് വന്നതിന് ശേഷം എനിക്ക് കേട്ടോ കോള് മൊത്തം. ഇവര് കൊണ്ടുവരുന്ന സാധനവും നമുക്ക് തരാതെ ഇവര് തിന്നത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ദേ ഈന്തപ്പഴം അതേപോലെ ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ചെറിയൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇതേ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര കുഴപ്പിക്കുന്ന ഗെയിമാണ്. പിന്നെ നേരെ ജോലിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്യൂബും കാര്യങ്ങളൊക്കെ പറക്കി വെക്കാണ്ടായിരുന്നു. അതൊക്കെ പറക്കി വെച്ച് നേരെ ഞാൻ കാഷ്വാലിറ്റിയിലോട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒരേ പരാതിയായിരുന്നു, അവരുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പിന്നെ അവിടെയും പോയി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ വീട്ടിലേക്കാട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇത് നമ്മുടെ റിസപ്ഷനിലെ സുന്ദരിമണിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി എന്തൊക്കെയോ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നേ. എനിക്ക് ഇങ്ങോട്ട് ചായ വാങ്ങി തരാമെന്ന് പറഞ്ഞ് എന്നെ കോഫി ഷോപ്പിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അവസാനം ഞാൻ തന്നെ പൈസ കൊടുത്ത് കുടിച്ചൊരവസ്ഥയായി പോയിട്ടോ. ഇത്രയും ചായ കുടിച്ചിട്ടാണ് കൊച്ചു നീ ഉണങ്ങി പോകുന്നത് പറയുന്നതോട് അതെ, അത് സത്യമായ ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനത്തെ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. വീഡിയോ എടുക്കുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഒരു ഇരിപ്പ് കണ്ടില്ലേ. പിന്നെ ഞാനും അപർണേച്ചും കൂടെ വന്നത് ഈ ഒരു പൊറോട്ട കടയിലോട്ടായിരുന്നു. അടിപൊളി പൊറോട്ടയാണ് ഇവിടെ കിട്ടുന്നത്. അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പാതി വഴിക്ക് ഇതിനെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ.